എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മളുടെ കമ്പോസ്റ്റ് മെത്തേഡിൽ നമ്മൾ ഫാം ചെയ്യുമ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിൽ പുഴുക്കൾ ഓൾറെഡി വന്നു കഴിഞ്ഞ്, എന്നാലും എനിക്കൊരു സംശയമുണ്ടായി, ഇത് BSF ലാർവ തന്നെയാണോ എന്ന്. അങ്ങനെ ഞാനൊരു BSF ലാർവയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ഒരു പാത്രത്തിൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഞാൻ അതിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ ഓൾറെഡി BSF ഈച്ചകൾ വരികയും എനിക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. അത് നിറച്ച് പുഴുക്കളായി. അപ്പോൾ എൻ്റെ വീട്ടിലെ വേസ്റ്റ് ഞാനതിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ കമ്പോസ്റ്റ് കുഴിയിലുണ്ടായ പുഴുക്കൾ ഇത് തന്നെയാണോ, അഥവാ അല്ലെങ്കിൽ എനിക്ക് ഈ പുഴുക്കളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളൊന്നും വന്നില്ല. ഓൾറെഡി ആ പുഴുക്കൾ തന്നെയാണ്. ആ ഈച്ചകൾ എൻ്റെ ഫാമിൽ കണ്ടമാനമായി തുടങ്ങി, മുട്ട വിരിഞ്ഞ് തുടങ്ങി. ഇനി സ്മെല്ലും കാര്യങ്ങളൊക്കെ കൺട്രോളിലാകും. അപ്പോൾ സ്മെല്ലും കാര്യങ്ങളും കൺട്രോൾ വരാൻ വേണ്ടിയിട്ട് ഈച്ചകൾ വന്നാൽ മാത്രം പോരാ, ഇതിനകത്ത് കുറച്ച് ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി എല്ലാ ഫാമിലും ഈ ടെക്നിക്ക് മെയിനായിട്ട് സൊല്യൂഷനാണ് ഉണ്ടാക്കേണ്ടത്. അത് മേടിച്ചിട്ട് അതിനകത്തിൽ ശർക്കര ലായനിയാക്കി അത് ചേർത്ത് കുറച്ച് ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷമാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത് ആണ് നമ്മൾ ഇതിൻ്റെ സ്മെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു സ്മെല്ല് കാരണം ഞാനതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഫീഡപ്പ് പേസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് വാങ്ങി ഉപയോഗിക്കുമായിരുന്നു. അത് ശർക്കര ലായനി ഉണ്ടാക്കി അതിൽ പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം അത് കുറച്ച് എടുത്ത് അതിനകത്തിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്താണ് ഞാനത് സ്പ്രേ ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ എൻ്റെ ഈ വേസ്റ്റ് പാത്രത്തിൽ നിങ്ങൾക്ക് പുഴുക്കളെ കാണാൻ സാധിക്കും. ഇത് BSF ലാർവയാണ്. ഓൾറെഡി അത് മുട്ടയിടാൻ വേണ്ടിയാണ് ഞാൻ ആ കാർഡ്ബോർഡ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് മുട്ടയിട്ട് പുഴു വിരിഞ്ഞ് ഓൾറെഡി ഇതിനകത്തിൽ ഡൗൺ ആകും. അതിനുശേഷം അതിനകത്തിൽ ഇറങ്ങും. ഈ കാണിക്കുന്ന ലിക്വിഡാണ് ഞാൻ സ്മെല്ലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ്. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാനിത് പറഞ്ഞു തരാം. ഒരുത്തനും 5 പൈസ കൊടുത്ത് കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ നിൽക്കരുത്. സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓരോരുത്തരുടെ വിചാരം ഇതൊക്കെ വലിയ സെറ്റപ്പാണെന്ന്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ഉള്ളോരോ ആൾക്കാരുണ്ട്. അത് വെച്ച് മാർക്കറ്റ് ചെയ്ത് കർഷകരെ നിന്ന് ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. സത്യസന്ധമായുള്ള വീഡിയോ നമ്മൾ ചെയ്യാറുള്ളൂ. ഒരു ലാഫിച്ചോടി കൂടി ചെയ്യുന്ന വീഡിയോ അല്ല. BB380 കോഴി വളർത്തൽ കേരളത്തിൽ ഒരാൾ മാത്രമല്ല BB380 കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുന്നതും വളർത്തുന്നതും. അപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ടവർ ഞാനായിട്ട് ബന്ധപ്പെടും. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് സെയിലോ കാര്യങ്ങളില്ല. എവിടെ കിട്ടും നല്ലത്, എവിടെ കിട്ടും കോഴിക്കൂട്, സ്മെല്ല് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും. അതൊരു ഇപ്പം കണ്ടമാനം കോഴിക്കൂടും കാര്യങ്ങളൊക്കെ ഓരോ വീടുകളിൽ പോയി ഓരോരുത്തർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചുറ്റും അയൽവക്കക്കാർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ വീഡിയോ ചെയ്തിട്ട് കോഴി വളർത്തുന്നവരല്ല, കോഴി വളർത്തുന്നവർ അയൽവക്കക്കാർ വരെ എനിക്ക് മെസ്സേജ് ഇട്ടേക്കുക, ചേട്ടാ എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല അയൽവക്കത്ത് കോഴി വളർത്തുന്ന കാരണം. അപ്പോൾ അങ്ങനെയുള്ളവരോടും പറയുവാണ്, അങ്ങനെയുള്ളവർക്ക് സ്മെല്ലോ കാര്യങ്ങളുണ്ടോ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു തരാം സ്മെല്ലിനെ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ വീഡിയോ. ഇപ്പോൾ കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. കോഴി വളർത്തി അധികം ലാഭമോ കാര്യങ്ങളൊന്നും നേടാൻ പറ്റുകയില്ല. പറ്റും, ഇല്ലെന്നല്ല, പറ്റും. ശരിക്കും ലാഭം ഉണ്ടാക്കാൻ പറ്റും, ശരിക്കും പൈസ ഉണ്ടാക്കാൻ പറ്റും. അതിനെപ്പറ്റി പഠിച്ച് ചെയ്യുവാണെങ്കിൽ മാത്രം. പഠിക്കണം. ഇത് പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഈ പൈസയും കാര്യങ്ങളും ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കോഴി വളർത്തി വിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോട് ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ കോഴി വിൽക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ദിവസം പറഞ്ഞ് വിൽക്കുക. കർഷകരെ പറ്റിക്കാതിരിക്കുക. കർഷകരെ പറ്റിക്കുന്നവരെ വീഡിയോ കണ്ടിന്യൂ ഞാനിടും.